ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷേ ഈ പറയാൻ പോകുന്ന ഒരു അനുഭവം ഇന്നലെ എനിക്കുണ്ടായതാണ്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിരിക്കാം, ചിലപ്പോൾ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിത്യജീവിതത്തിൽ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു സംഭവമാണിത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ സാധനങ്ങൾ മേടിക്കുന്നു. സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ കയ്യിലുള്ള കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്യുന്നു. അവർ പറയുന്ന എമൗണ്ട് നമ്മൾ കാർഡാണെങ്കിൽ നമ്മൾ കാർഡ് കൊടുത്തിട്ട് അവർ പറയുന്ന ഇതിലോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇന്നലെ എനിക്ക് സംഭവിച്ചു. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പെട്രോൾ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ സ്ഥിരമായി പെട്രോൾ അടിക്കുന്ന ഒരു പമ്പുണ്ട്. ആ പമ്പിൽ കയറുന്നു. പമ്പിൽ കയറി പെട്രോൾ പമ്പിന് മുന്നിൽ ചെന്ന് വണ്ടി കൊണ്ട് നിർത്തി ഫുൾ ടാങ്ക് അടിക്കാൻ പറയുന്നു. വണ്ടിയുടെ ഫ്യൂൽ ക്യാപ്പ് തുറക്കുന്നു. അപ്പം 0 ഇൻഷുർ ചെയ്തതിന് ശേഷം ഫ്യൂൽ അടിക്കുന്നു. 581 രൂപ ആയപ്പോഴത്തേക്ക് ഏകദേശം ഫുള്ളായി മതിയെന്ന് പറഞ്ഞു. പെട്രോൾ ഓഫ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പോക്കറ്റിൽ നിന്നും കാർഡ് എടുത്ത് പേ ചെയ്യാനായിട്ട് കൊടുക്കുന്നു. സാധാരണഗതിയിൽ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ബില്ല് ചോദിക്കാറുണ്ട്. ബില്ലും കസ്റ്റമർ കോപ്പിയും തരാറുമുണ്ട്. ഇതിൽ വൈഫൈ വഴിയാണ് പൈസ പേ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ എന്തോ വൈഫൈ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നടിക്കാനായിട്ട് വന്നു. പക്ഷേ അതിൽ എമൗണ്ട് നോക്കിയപ്പോഴത്തേക്ക് ക്ലിയർ അല്ലായിരുന്നു. എന്തായാലും എമൗണ്ട് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റർ ചെയ്തു. ഇത്തവണ ഇന്നലെ കനത്ത മഴ ആയതുകൊണ്ട് തന്നെ മൊബൈലും എല്ലാം ബാഗിനകത്തായി. കസ്റ്റമർ കോപ്പി ചോദിച്ചു. സാധാരണ അതിലെ മൊബൈലിൽ വരുന്ന മെസ്സേജ് കണ്ട് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എത്ര രൂപയാണ് നമുക്കായെന്നുള്ളത് ഞാൻ സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. അവിടെ സ്ക്രീനിൽ കാണിച്ച എമൗണ്ടും നമ്മുടെ മൊബൈലിൽ വന്ന എമൗണ്ടും സെയിം ആണോ എന്ന് സാധാരണ ചെക്ക് ചെയ്യാറുണ്ട്. ഇന്നലെ പക്ഷേ അത് മഴയായതുകൊണ്ട് നടന്നില്ല. കസ്റ്റമർ കോപ്പി കൈ കിട്ടിയപ്പം സാധാരണ ഞാൻ എടുത്ത് പോക്കറ്റിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈലിൽ നോക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇന്നലെ എന്തോ എനിക്ക് വീണ്ടും അതൊന്ന് നോക്കണമെന്ന് ആ നിമിഷം തോന്നുകയും ഞാൻ ആ ബില്ല് നോക്കിയപ്പോൾ ഞെട്ടി എന്ന് പറഞ്ഞാലും പോരാ, അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം 551 രൂപയ്ക്ക് പകരം 813 രൂപയുടെ ബില്ല്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തൊരിടത്ത് പോലും 100 രൂപയ്ക്ക് ഏകദേശം ഒരു ഇപ്പോഴത്തെ വില വെച്ചിട്ട് ഒരു 550 ലിറ്റർ പെട്രോൾ നമുക്ക് അടിക്കാൻ പറ്റും. അത്രയും പെട്രോൾ കൊള്ളുന്ന ഒരു ബൈക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷേ കാറും കാണാൻ സാധ്യതയില്ല. ഞാനപ്പോൾ തന്നെ ആ പെട്രോൾ അടിച്ച പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ബില്ല് അടിച്ചിട്ടുള്ള എമൗണ്ട് അടിച്ച് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആകുമ്പോൾ മേടിച്ച് നോക്കിയപ്പോൾ അയ്യോ ചേട്ടാ തെറ്റിപ്പോയി എന്ന് അവൻ അറിയാവുന്ന മലയാളത്തിൽ അവൻ പറഞ്ഞു. അവനത് നേരെ മാനേജറുടെ റൂമിലോട്ട് പോയി. തൊട്ട് പുറകെ ഞാനും വണ്ടി ഒതുക്കി വെച്ചിട്ട്, നല്ല തിരക്കുള്ള സമയമാണ്, ഞാൻ വണ്ടി സൈഡിലോട്ട് മാറ്റി ഒതുക്കി വെച്ചിട്ട് ഞാനും നേരെ പെട്രോൾ മാനേജറുടെ ഓഫീസിലോട്ട് ചെന്നു. മാനേജർ കണ്ടപാടെ തന്നെ പറഞ്ഞു, സാറേ അബദ്ധം പറ്റിയതാണ്, ഞങ്ങളത് എന്തുവേണമെങ്കിലും ചെയ്തു തരാം, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. ആ സമയത്ത് നമ്മൾ ചൂടാകാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ പോയിട്ട് യാതൊരു കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു തന്നാൽ മതി, കുഴപ്പമില്ല എന്ന് ഞാനും സംസാരിച്ചു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു ക്യാഷായിട്ട് വേണേൽ തരാം, അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡിൽ അത് ചിലപ്പോൾ വരാനായിട്ട് 2-3 ദിവസം എടുക്കും. അത്രയും ഡിലേ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് ചിലപ്പോൾ ശരിയാകില്ല എന്ന് പറഞ്ഞു. അതിൽ ടെക്നിക്കൽ വശങ്ങൾ എനിക്ക് വലിയ പിടിയില്ല. എന്തായാലും അവർ പറഞ്ഞതിനെ പൈസ തിരിച്ചു തന്നു. യാതൊരു മടിയും കൂടാതെ അവർ മുഴുവൻ പൈസയും മേശപ്പുറത്തുണ്ടായിരുന്ന ക്യാഷ് മെഷീനിൽ എണ്ണി അന്നേരം തന്നെ എനിക്ക് തിരിച്ചു. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? അതായത് സാധാരണ നമ്മൾ ചില ATMൽ കയറി പൈസ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് 500 രൂപയാണ് എൻ്റർ ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ 2 സീറോ അവിടെ ഓൾറെഡി കിടപ്പുണ്ടായിരിക്കും. നമ്മളത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് പകരം നമ്മൾ എൻ്റർ ചെയ്യുന്നത് 50,000 രൂപയായിരിക്കും. ഇവിടെയും ശരിക്കും അതാണ് സംഭവിച്ചത്. ആ പയ്യൻ അന്നത്തെ ദിവസം ജോലിക്ക് കയറിയുള്ളായിരുന്നു. ഈ ഓൺലൈൻ ട്രാൻസാക്ഷനെ കുറിച്ച് വലിയ അറിവ് അവനില്ലായിരുന്നു. അവൻ 580 രൂപ 13 പൈസയ്ക്ക് പകരം അവൻ എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് 58,013 രൂപയായി. അതാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മൾ മിക്കവരും പെട്രോൾ അടിക്കും, അവർ തരുന്ന എമൗണ്ടിലോട്ട് കാർഡ് കൊടുക്കും, സ്വൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ വൈഫൈ ചെയ്യും, നമ്മൾ നേരെ അങ്ങ് പോരും. പിന്നീട് എപ്പോഴെങ്കിലും ബില്ല് വരുമ്പോഴായിരിക്കും നമ്മൾ നോക്കുന്നത്, ഇത്രയും എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പോയി എന്ന് നോക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇത് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ കോപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടും. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര രൂപ പോയെന്നുള്ളത് കുറിച്ച് നമ്മളെപ്പോഴും ഒരു ബോധവാനായിരിക്കണം. ഇപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊന്ന് പറയാനും നിങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.